ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരക്കപ്പ് റവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. റവ എന്ന് പറയുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരക്കപ്പ് റവ വെച്ചിട്ട് നമുക്ക് ഒന്നൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് വേണമെങ്കിൽ അപ്പോൾ എല്ലാത്തിൻ്റെയും അളവ് അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. ഇനി ഈ റവ നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് റവ നന്നായിട്ടൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു അരക്കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ വെള്ളത്തിന് പകരം പശുവും പാലോ നാളികേരപ്പാലോ ചേർത്താലും മതി. എന്നിട്ടത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 20 മിനിറ്റ് ആകുമ്പോഴേക്കും റവ നന്നായിട്ട് കുതിർന്നു വരും. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്തിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കൂടെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഇതുപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് അതിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് പഴുത്തിട്ടുള്ള പഴമല്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാൻ. വഴറ്റുമ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതായിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ കുറേശ്ശെ നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നാളികേരപ്പാലോ പശുവും പാലോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു അരക്കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. അത് ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് പിന്നെ ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർക്കുകയാണെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ റെസിപ്പിയിൽ ഇപ്പോൾ നമ്മൾ പാലും ആ വെള്ളവും കൂടി ചേർത്തിട്ട് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പാലിൽ തന്നെ ചെയ്തെടുക്കാം. തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലുള്ള മാവായിട്ട് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ചൂട് തട്ടുമ്പോൾ പൊട്ടാത്ത രീതിയിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലാദ്യം അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് അതിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ നാളികേരക്കൊത്തും പഴവും ഇതുപോലെ ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അത് വേവണ സമയത്ത് അതിലേക്ക് ആവിവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. അതിന് ശേഷം പാത്രം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. കുക്കിംഗ് ടൈമിന് ചിലപ്പോൾ അങ്ങോട്ടോ വ്യത്യാസം ഉണ്ടാവും. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവാം. ഇവിടെ നമുക്കത് 20 മിനിറ്റിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് മേലെ അതുപോലെ തൊട്ട് നോക്കുക. കയ്യിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആ മേൽഭാഗം നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം വെന്തിട്ടുണ്ടാവും. അതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ റവയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്